വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലാമ്പിംഗ് സർക്യൂട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ക്ലാമ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ DC റീസ്റ്റോറർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്നുള്ളത് നമുക്ക് പറയാം. അതിനു മുമ്പ് ക്ലാമ്പേഴ്സ് 3 ടൈപ്സ് ആണ് മെയിൻലി വരുന്നത്: പോസിറ്റീവ് ക്ലാമ്പർ, നെഗറ്റീവ് ക്ലാമ്പർ ആൻഡ് ബയാസ്ഡ് ക്ലാമ്പർ. ഇനി ക്ലാമ്പിംഗ് സർക്യൂട്ട് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഡി സി വോൾട്ടേജ് സോഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി ആ ഒരു വേവ് ഫോമിനെ ഷിഫ്റ്റ് ചെയ്യിക്കുകയാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്യിക്കുകയാണ് ഈ ക്ലാമ്പേഴ്സ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് സൈഡിലോട്ടാവാം അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലോട്ടും ആകാം. ഇനി പോസിറ്റീവ് ക്ലാമ്പർ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഐഡിയൽ പോസിറ്റീവ് ക്ലാമ്പറിൻ്റെ സർക്യൂട്ടാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു ഐഡിയൽ സർക്യൂട്ടിനകത്ത് നമുക്ക് ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെയും ഡയോഡിൻ്റെയും ആ ഒരു വർക്കിംഗ് എന്താണെന്ന് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇവിടെ ഒരു DC വോൾട്ടേജ് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്ററാണ് DC വോൾട്ടേജ് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി RC ടൈം കോൺസ്റ്റൻറ്റ് ഗ്രേറ്റർ ദാൻ ദ ടൈം പീരീഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കണം. അത് നമുക്ക് പറയാം എന്താണെന്ന്. ഇനി ഈ DC വോൾട്ടേജ് സോഴ്സായിട്ട് കപ്പാസിറ്റർ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ആവാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടതുണ്ടായത് കൊണ്ടാണ് RC ടൈം കോൺസ്റ്റൻറ്റ് ഗ്രേറ്റർ ദാൻ ദ ടൈം പീരീഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നലായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ഒക്കെ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഈ ഒരു കപ്പാസിറ്ററാണ് നമുക്ക് DC വോൾട്ടേജിനെ ഇൻപുട്ട് സിഗ്നലിനോട് ആഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ലോഡ് റെസിസ്റ്ററാണ്. ലോഡ് റെസിസ്റ്റർ നമ്മൾ ഡയോഡിന് പാരലലായിട്ട് ഇട്ടേക്കുന്നുണ്ട്. സോ ഡയോഡിൻ്റെ എന്താണോ ഡയോഡിന് അക്രോസുള്ള വോൾട്ടേജ് അത് തന്നെയായിരിക്കും റെസിസ്റ്ററിന് അക്രോസായിട്ട് വരുന്ന വോൾട്ടേജ്. ഇനി ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനും എങ്ങനെയാണ് പോസിറ്റീവ് ക്ലാമ്പർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഒരു ക്ലാമ്പർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പറയുന്ന സമയത്ത് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെ മാർക്ക് ചെയ്യുക. നെഗറ്റീവ് ഈ സൈഡിൽ വരുന്ന സമയത്ത് ഈ ആനോഡ് നെഗറ്റീവ് ആണ്, അത് തമ്മിൽ നോക്കുക കണക്ഷൻ. അതുപോലെ പോസിറ്റീവും തമ്മിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. സോ ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായാൽ അതുവഴി ഒരു നമുക്കൊരു കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ട് നമുക്ക് ഇലക്ട്രോൺ ഫ്ലോ കാണാൻ പറ്റുന്നുണ്ട്. പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുമ്പോൾ ആ ഒരു കപ്പാസിറ്റർ ഇങ്ങനെയാണ് ചാർജ് ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു പൊളാരിറ്റിയിൽ ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. സോ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്ററിൻ്റെ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പീക്കിലുണ്ടായിരുന്ന 10 വോൾട്ടിലായിരിക്കും ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അതായത് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് VC എന്ന് എടുത്താൽ Vin തന്നെയായിരിക്കും അതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വോൾട്ടേജ്. ഇത് ഐഡിയൽ കേസിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രാക്ടിക്കൽ കേസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഡയോഡിന് അക്രോസുള്ള ഡ്രോപ്പും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. അത് നമുക്ക് സെക്കൻഡ് സെക്ഷനിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയസിലാവുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും? ഇത് ഷോർട്ടഡ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ആ സമയത്ത് എന്താണോ റെസിസ്റ്ററിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡയോഡ് ഷോർട്ടായി കഴിഞ്ഞാൽ അവിടെ 0 വോൾട്ടായിരിക്കും വരുന്നത്. സോ റെസിസ്റ്ററിൽ നമുക്ക് ഒരു 0 വോൾട്ടായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ആ ഒരു റെസിസ്റ്ററിൻ്റെ അക്രോസ് 0 വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു കപ്പാസിറ്റർ ഡയോഡ് ഓണായി കഴിഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ഒരു ചാർജ് ഉണ്ടായിരിക്കും. ഔട്ട്പുട്ടിന് അക്രോസ് നമുക്ക് 0 വോൾട്ടായിരിക്കും വരുന്നത്.
ഇനി ഇതിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് മെഷിനകത്ത് ഉള്ള ബ്രാഞ്ചസിൻ്റെ എല്ലാം വോൾട്ടേജ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതിന് മുന്നേ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് വോൾട്ടേജ് ഫ്ലോ എങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ എങ്കിൽ നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് കൊടുക്കുന്ന സിമ്പൽ നമ്മൾ എന്തായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ചെയ്യണം. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ കൊടുക്കുന്ന വാല്യൂവിന് നെഗറ്റീവ് സിമ്പൽ കൊടുക്കണം. അതുപോലെ നെഗറ്റീവ് ടു പോസിറ്റീവാണ് ഫ്ലോ എങ്കിൽ കറണ്ട് ഫ്ലോ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് പോസിറ്റീവും പോസിറ്റീവ് ടു നെഗറ്റീവ് നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു മെഷിനകത്ത് നമ്മൾ KVL അപ്ലൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ടാണ് ഈ ഒരു V ഇൻപുട്ട് വോൾട്ടേജ് ഇരിക്കുന്നത്. അപ്പം നമുക്കുള്ള ഇൻപുട്ട് വോൾട്ടേജിനെ മൈനസ് സിമ്പൽ കൊടുത്തിട്ട് എഴുതണം. -Vin എന്നെഴുതി. ഇനി ആ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VC നെഗറ്റീവ് ടു പോസിറ്റീവാണ് കാണിക്കുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോയാൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സിമ്പൽ പോസിറ്റീവ് തന്നെ കൊടുത്താൽ മതി. സോ VC എന്ന് നമുക്ക് എഴുതാം. പ്ലസ് ഇനി ഈ ഡയോഡിന് അക്രോസുള്ള വോൾട്ടേജ് എന്താണ്? അത് V0 തന്നെയാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഡയോഡിന് അക്രോസുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് VO നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. സോ മൈനസ് വാല്യൂ ആണ് V0യ്ക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് പോസിറ്റീവ് ടു നെഗറ്റീവിലാണ് പോകുന്നത്. സോ -V0 എന്ന് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ 3 വോൾട്ടേജും കൂടി ആ ഒരു മെഷിലുള്ള 3 വോൾട്ടേജും കൂടി ആഡ് ചെയ്താൽ 0 കിട്ടുമെന്നാണ് KVL പറയുന്നത്. ഓക്കെ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അങ്ങനെയാണ് പറയുന്നത്. സോ ഈ ഒരു വോൾട്ടേജ് നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം. -Vin പ്ലസ് VC എന്ന് പറഞ്ഞാൽ എന്താണ്? VC എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് എന്താണോ നമ്മൾ കൊടുത്തത് അത് തന്നെയാണെന്ന് പറഞ്ഞു. സോ നമുക്ക് VCയുടെ പ്ലേസിൽ Vin എന്ന് എഴുതാം. -V0 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും. സോ -V0 ഈക്വൾ ടു 0 എന്ന് എഴുതാം. ഇനി പ്ലസ് Vn മൈനസ് Vn ക്യാൻസലായി പോകും. നമുക്ക് ബാക്കി എന്തുണ്ട്? V0 എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയൽ ഡയോഡിൻ്റെ കേസ് പറയുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ലോഡ് റെസിസ്റ്ററിൻ്റെ എക്രോസ് നമുക്ക് വോൾട്ടേജ് V0 എന്ന് പറഞ്ഞാൽ 0 ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്നത്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്നത്. ഇനി ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പറയുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു പൊളാരിറ്റി തിരിഞ്ഞു വരും. ഈ ഒരു മേൽഭാഗത്ത് നമുക്ക് പോസിറ്റീവ് മാർക്ക് ചെയ്യാം, താഴെ നെഗറ്റീവ് മാർക്ക് ചെയ്യാം. ഈ ഒരു സമയത്ത് നോക്കൂ, ഡയോഡ് ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്? റിവേഴ്സ് ബയാസിലാണ് ഇരിക്കുന്നത്. അതായത് പോസിറ്റീവ് ആനോഡിലും നെഗറ്റീവ് ആനോഡിലും പോസിറ്റീവ് കാഥോഡിലുമാണ് ഇരിക്കുന്നത്. സോ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാവും. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡയോഡ് ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അതുവഴി കണ്ടക്ഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുവഴി കണ്ടക്ഷൻ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ പാത്തായിട്ട് വർക്ക് ചെയ്യും. സോ നമുക്കുള്ള സിഗ്നൽ അതുവഴി പാസ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് മെഷിൻ്റെയും വോൾട്ടേജ് നമുക്ക് KVL വെച്ച് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് ആ ഒരു ടൈമിലുള്ള വോൾട്ടേജ് എന്ന് നോക്കാം.
ഓക്കെ, വി ഇൻ പ്ലസ് നമ്മൾക്ക് എന്താണ് നെഗറ്റീവ് ടു പോസിറ്റീവാണ് പോയിരിക്കുന്നത്. സോ പ്ലസ് എടുത്തു. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജും എന്താണ് പ്ലസ് വി സി പ്ലസ് മൈനസ് വി സീറോ. പോസിറ്റീവ് ടു നെഗറ്റീവാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ മൈനസ് വി സീറോ മാർക്ക് ചെയ്തു. ഈ 3 വോൾട്ടേജും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 0 ആണ് ആൻസർ കിട്ടുന്നത്. വി ഇൻ പ്ലസ് വി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണോ അതിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. മൈനസ് വി സീറോ ഈക്വൾ ടു 0 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി ഇൻ പ്ലസ് വി ഇൻ എന്താണ്? 2VN കിട്ടും. സോ വി സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? വി സീറോ ഇസ് ഈക്വൾ ടു 2VN എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2VN ആണ് നമ്മുടെ ഒരു ഔട്ട്പുട്ട്. ഏത് ഹാഫ് സൈക്കിളിലാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 0യും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 2VN വരുന്നു. ഇത് ഐഡിയൽ കേസിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. സോ ഐഡിയൽ കേസിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രാക്ടിക്കൽ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു സർക്യൂട്ടിനകത്ത് എങ്ങനെയാണ് വേവ് ഫോം വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ഇൻപുട്ട് സിഗ്നലാണ്. ഇൻപുട്ട് സിഗ്നൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് സിഗ്നൽ വരയ്ക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത്? 0 കിട്ടുമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഔട്ട്പുട്ടിൽ നെഗറ്റീവ് പീക്കിന് താഴെ നമുക്ക് 0 മാർക്ക് ചെയ്യാം. ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് ആ കപ്പാസിറ്ററിന് അക്രോസുള്ള ഡി സി വോൾട്ടേജ് നമുക്ക് വി ഇൻ എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ വി ഇന്നിൻ്റെ കൂടെയാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ വരുന്നത്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് 0യിൽ നിന്ന് 2VIN പോകുന്നതാണ് ആ ഒരു പോസിറ്റീവ് പീക്കിൽ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് 2VIN എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 2VIN നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 0യുമാണ് ആ ഒരു ഐഡിയൽ ക്ലാമ്പിംഗ് സർക്യൂട്ടിൽ, പോസിറ്റീവ് ക്ലാമ്പിംഗ് സർക്യൂട്ടിൽ വരുന്നത്. ആ പോസിറ്റീവ് പീക്ക് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്ത് ക്ലാമ്പ് ചെയ്ത് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേവ് ഫോമിൻ്റെ ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരാതെ നമ്മൾ എന്ത് ചെയ്തു? വേവ് ഫോമിനെ ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. സോ പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് ക്ലാമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ഇങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കൽ സർക്യൂട്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ വേരിയേഷൻ വോൾട്ടേജ് ഡ്രോപ്പ്, ഡയോഡിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പും കൂടി പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ ഐഡിയൽ സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫിഗറാണ് നമ്മൾ വരച്ചേക്കുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു ഐഡിയൽ സർക്യൂട്ട്, ക്ലാമ്പിംഗ് സർക്യൂട്ടിനെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. RC ടൈം കോൺസ്റ്റൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. RC ടൈം കോൺസ്റ്റൻറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് സിഗ്നലിൻ്റെ ടൈം പീരീഡിനെക്കാട്ടി കൂടുതലായിരിക്കണം, ഗ്രേറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഡിസ്ചാർജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കപ്പാസിറ്റർ വൺസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു DC സോഴ്സായിട്ട് ആക്ട് ചെയ്യുക തന്നെ വേണം. അതിന് ഡിസ്ചാർജിങ് സംഭവിക്കാൻ പാടില്ല. സോ ടൈം കോൺസ്റ്റൻറ്റ്, RC ടൈം കോൺസ്റ്റൻറ്റ് കൂട്ടി വയ്ക്കുകയാണ് അതിനുള്ള ഒരു പരിഹാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ക്ലാമ്പിംഗ് സർക്യൂട്ട് പ്രാക്ടിക്കൽ ക്ലാമ്പിംഗ് സർക്യൂട്ട് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം? പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നതെന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് ക്ലാമ്പർ അറ്റ് 0 വോൾട്ടുള്ള പ്രാക്ടിക്കൽ സർക്യൂട്ടാണ് വരച്ചേക്കുന്നത്. ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഡ് റെസിസ്റ്റർ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, കപ്പാസിറ്ററും
ഡയോഡും വെച്ചിട്ടാണ് ഈ ഒരു പ്രാക്ടിക്കൽ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഔട്ട്പുട്ട് ഡയോഡിന് അക്രോസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഡയോഡിന് അക്രോസ് തന്നെയാണ് നേരത്തെയും ലോഡ് റെസിസ്റ്റർ ഇട്ടിരുന്നത്. ഇപ്പോൾ ലോഡ് റെസിസ്റ്റർ മാറ്റി എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ്, ഒരു ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്ററാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി ഈ ഒരു സർക്യൂട്ട്, ഇത് പോസിറ്റീവ് ക്ലമ്പറിൻ്റെ സർക്യൂട്ടാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 20 VPP ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, 1 MUF ഉള്ള ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, 1N4001ൻ്റെ ഒരു ഡയോഡും കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ വരച്ചിട്ടുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. +10 ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്, -10 ആണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഒരു ഫിഗറിനകത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു പോസിറ്റീവ് ക്ലാമ്പറിൻ്റെ വേവ് ഫോം നമുക്ക് ക്ലാമ്പ് ചെയ്യുന്നത് അറിയാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു സർക്യൂട്ടിനെ ഞാൻ തൽക്കാലം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചേക്കാണ്. അതായത് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫിഗർ അതേപോലെ താഴെ വരച്ചിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിക്കാനാണ് ഇങ്ങനെ മാറ്റി വരച്ചേക്കുന്നത്. ഫിഗർ എന്താണ് മേളിലുള്ള അതേ ഫിഗർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു 20 VPP ഉള്ള ഒരു സിഗ്നൽ, ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പോർഷനിൽ നെഗറ്റീവ് വരും, -10 വരും, ഇവിടെ +10ഉം വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഐഡിയൽ കേസ് പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് ഇവിടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ നെഗറ്റീവും കാഥോഡിൻ്റെ നെഗറ്റീവും ഒരുപോലെ വരുന്നുണ്ട്. അതുപോലെ ആനോഡും ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവും വരുന്നുണ്ട്. സോ ഈ ഒരു ഡയോഡ് എന്ത് കണ്ടീഷനിലാണെന്ന് പറയാം? ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്റ്റ് ചെയ്യും. പക്ഷേ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയോഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 0.6 വോൾട്ട് അതിൻ്റെ കട്ടിൻ വോൾട്ടേജ് എത്തുന്നത് വരെ ആ ഒരു ഡയോഡ് വർക്ക് ചെയ്യത്തില്ല. സോ ആ ഒരു 0.6 വോൾട്ട് നമുക്ക് ഈ ഡയോഡിന് അക്രോസ് ആയിട്ട് എന്ത് പറ്റും? നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 0.6 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ആയതിന് ശേഷം ബാക്കി വോൾട്ടേജിലായിരിക്കും ആ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയോഡിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടൊരു 0.6 വോൾട്ട് പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡയോഡ് ഓൺ ആയിക്കഴിഞ്ഞാൽ ഇതെന്താവും? ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അതായത് അവിടെ ആ ഒരു ഡയോഡ് ഇല്ലാത്തതുപോലെ തന്നെ ഇത് ആക്ട് ചെയ്യും. കാരണം ഇതങ്ങ് ഷോർട്ടാവും. ഒറ്റ സിംഗിൾ കണക്ഷനായിട്ട് നമുക്കിതിനെ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ 0.6 വോൾട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഡയോഡ് 0.6 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡയോഡ് ഓൺ ആവും. ഡയോഡ് ഓൺ ആയിക്കഴിഞ്ഞാൽ ബാക്കി ഇനി ആ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്? ഒരു 10 നമുക്ക് ഒരു പീക്ക്, ഇൻപുട്ടിൻ്റെ ഒരു പീക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 10 ആണ് കൊടുത്തിരുന്നത്. ആ 10 വോൾട്ടിൽ നിന്ന് 0.6 ഈ ഒരു ഡയോഡിൻ്റെ ഡ്രോപ്പ് പോയതിന് ശേഷം ബാക്കി 9.4ലായിരിക്കും ആ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഡയോഡ് ഓണായി. ഡയോഡ് ഫോർവേഡ് ബയാസിലാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നത്. ഫോർവേഡ് ബയാസിലായിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫോർവേഡ് ബയാസിലായിരിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെ ആയിരിക്കും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, പൊളാരിറ്റി പോസിറ്റീവ് ആ ഒരു ആനോഡിൻ്റെ കാഥോഡിൻ്റെ ഭാഗത്ത് വരുന്നു, നെഗറ്റീവ് ഇപ്പുറം സൈഡിൽ വരുന്നു. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെ ആയിരിക്കും. ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. സോ എന്ത് തന്നെയായാലും ആ ഒരു കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്റർ ചാർജ് ആവുന്നത് ഡയോഡിന് അക്രോസ് ഉള്ള ആ ഒരു 0.6 ഡ്രോപ്പ് പോയതിന് ശേഷമുള്ള 10ൽ നിന്ന് 0.6 പോയതിന് ശേഷമുള്ള 9.4ൽ മാത്രമായിരിക്കും ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ വൺസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് 9.4ൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് VC എന്നെടുത്താൽ
വി ഇന്നാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. വി ഇൻ -0.6 ആയിരിക്കും വി സിയിൽ വരുന്ന വോൾട്ടേജ്. ഇത് പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ആ ഡയോഡിൻ്റെ ഡ്രോപ്പ് വ്യക്തമായിട്ട് പറയണം. എന്നാൽ മാത്രമേ ഔട്ട്പുട്ട് വേവ് ഫോം നമുക്ക് അതുപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ വി സി എന്ന് പറഞ്ഞാൽ വി ഇൻ -0.6 ആണ്. അതായത് 9.4 വോൾട്ടിലാണ് ആ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഉണ്ടാവുക. സോ 9.4 വോൾട്ടിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇനി ഡയോഡിന് അക്രോസ് ഉണ്ടായിരുന്ന ആ ഒരു 0.6 വോൾട്ട് അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതെങ്ങനെ ഔട്ട്പുട്ടിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വീണ്ടും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, കിർച്ചോഫ്സ് വോൾട്ടേജിൽ നമ്മൾ ആ ഐഡിയൽ സർക്യൂട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞതായിരുന്നു. എങ്ങനെയാണ് പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ട് പോകുമ്പോൾ സിമ്പിളാണ് ഇവിടെ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ എന്താണ് നെഗറ്റീവ് ടു പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. സോ നെഗറ്റീവ് ടു പോസിറ്റീവിലോട്ട് പോകുമ്പോൾ വി ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പോസിറ്റീവ് ടു നെഗറ്റീവാണ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും നമുക്ക് മൈനസ് എന്നുള്ളൊരു സിമ്പലും കൂടി കൊടുക്കുക. മൈനസ് വി ഇൻ പ്ലസ് വി സി മൈനസ് വി സി പ്ലസ് മൈനസ് വി സീറോ എന്നാണ് വരുന്നത്. പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. സോ പ്ലസ് കൊടുക്കുക. മെഷിലുള്ള എല്ലാ ബ്രാഞ്ചസും നമ്മൾ വോൾട്ടേജ് ആഡ് ചെയ്യുകയാണ്. പ്ലസ് മൈനസ് വി സീറോയാണ് നമുക്ക് കൊടുക്കേണ്ടത്. കാരണം പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ടാണ് ആ ഒരു ഔട്ട്പുട്ട് കണക്ഷൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, അത് കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടണം. -10 പ്ലസ് 9 പ്ലസ് അല്ല, ഇവിടെ നമുക്ക് മൈനസ് ആണ് വരുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ മൈനസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു മൈനസ് പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ടാണ് ആ ഒരു കണക്ഷൻ പോകുന്നത്. സോ മൈനസ് വി സീറോയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ പ്ലസ് മൈനസ് വി സീറോ എന്ന് ഇടണം. പ്ലസ് ഇൻറ്റു മൈനസ് നമുക്കിവിടെ എന്ത് കിട്ടും, മൈനസ് വി സീറോ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് വി സീറോ ഈക്വൽ ടു 0. 3 വോൾട്ടേജും കൂടി കൂട്ടിയാൽ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ വി സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, -0.6 ആണ് കിട്ടുന്നത്. അതായത് -10 പ്ലസ് 9.4 എന്ന് പറഞ്ഞാൽ -0.6 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് -0.6 എങ്ങനെ മാർക്ക് ചെയ്യാം, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, -0.6. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ആ ഒരു ആക്സിസാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. -0.6 വോൾട്ടേജ് ഉണ്ടാവും. പ്രാക്ടിക്കൽ കേസിലായതുകൊണ്ടാണ്. ഐഡിയൽ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, 0 ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ആക്ച്വലി ആ വോൾട്ടേജ് ഡ്രോപ്പാണ് 0.6. ആ ഡയോഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായ കട്ട് ഇൻ വോൾട്ടേജാണ്. അതിന് ആ ഒരു മൈനസ് സിമ്പൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു മൈനസ് വോൾട്ടേജ് വന്നത്. ഇനി ഈ ഒരു സെയിം സർക്യൂട്ടിന് തന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പോസിറ്റീവ് ക്ലാമ്പറിൻ്റെ തന്നെ സർക്യൂട്ട് നമ്മൾ താഴേക്ക് മാറ്റി വരച്ചേക്കാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് ക്ലിയറായിട്ട് നോക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ സൈഡ് പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. പോസിറ്റീവും കാഥോഡും കൂടി ഒരു പോയിന്റ് വരുന്നുണ്ട്, ആനോഡും നെഗറ്റീവും കൂടി വരുന്നുണ്ട്. സോ ഇതെന്തായി മാറും, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്തായി മാറും, റിവേഴ്സ് ബയസിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു 0.6 വോൾട്ട് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ 9.4 കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നിന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് കപ്പാസിറ്ററിൻ്റെ അക്രോസ് എത്ര വോൾട്ട് ഉണ്ടാവും, ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ചാർജ് 9.4 വോൾട്ട് കപ്പാസിറ്ററിന് ഉണ്ടാവും. കപ്പാസിറ്റർ ആ വോൾട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. പോസിറ്റീവ്
ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. സോ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ ഡയോഡ് ഒരു ഓപ്പൺ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. സോ അവിടെ എന്താണ്, ആ ഒരു ഡയോഡിനെ നമുക്കിത് റീഡ്രോ ചെയ്താൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഡയോഡ് നെഗറ്റീവ് റിവേഴ്സ് ബയസ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ സർക്യൂട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. സോ അതുവഴി ഒരു ഫ്ലോയും കറണ്ട് ഫ്ലോയും നടക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിന് ഓൾറെഡി ചാർജ് ചെയ്തിരുന്ന 9.4 വോൾട്ട് അവിടെ തന്നെ ഉണ്ട്. ഇനി ഒരു സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ്ഡ് മെഷായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്യാം. ഈ ഡയോഡിന് അക്രോസിന് നമുക്ക് V0 വരുന്നത് ഈ ഒരു ലൂപ്പ് ഇങ്ങനെയാണ് പോകുന്നതെന്ന് കരുതുക. സോ ലൂപ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് നമുക്കൊരു KVL അപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് വോൾട്ടേജ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്താണ് മാർക്ക് ചെയ്തേക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നെഗറ്റീവ് ടു പോസിറ്റീവാണ് ഈ ഒരു VIN വോൾട്ടേജ്. സോ നമുക്ക് +VN എന്ന് എടുക്കാം. അതുപോലെ കപ്പാസിറ്റർ എന്താണ്? നെഗറ്റീവ് ടു പോസിറ്റീവാണ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോയത് കാരണം പോസിറ്റീവ് സിമ്പൽ കൊടുക്കാം. സോ +VC എന്ന് എഴുതി, പ്ലസ് നമുക്ക് എന്താണ് -V0 ആണ് വരുന്നത്. -V0 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സോ VIN എത്രയാണ്? 10 ആണ്. VC എന്ന് പറഞ്ഞാൽ 9.4 ആണ്. V0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 19.4 വോൾട്ടാണ് കിട്ടുന്നത്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 19.4 ആണ് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്കിവിടെ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. 19.4 വോൾട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നിട്ടുണ്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിൽ -0.6 ആണ് വന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു DC വോൾട്ടേജിനെ 9.4നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തൽക്കാലം മാർക്ക് ചെയ്യാം. അതായത് ആ ഒരു കപ്പാസിറ്റർ ഒരു DC സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു കപ്പാസിറ്ററിന് എക്രോസ് ഉള്ള ഒരു വോൾട്ടേജ് ഒരു DC സോഴ്സ് എന്നുള്ള നിലയിൽ നമുക്കൊരു DC ലൈനായിട്ട് അത് മാർക്ക് ചെയ്യുമ്പോൾ 0യിൽ നിന്ന് 9.4 ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു വാല്യൂ നിൽക്കുന്നത്. സോ 9.4, 0യിൽ നിന്ന് 9.4 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ടോട്ടൽ 19.4 ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നതെന്ന് പറഞ്ഞത്. സോ ഈ 9.4ൽ നിന്ന് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ പീക്ക് എത്രയായിരിക്കും വരുന്നത്? 19.4 ആണ് വരുന്നത്. സോ പീക്ക് 19.4 നമ്മൾ മാർക്ക് ചെയ്തു. അതായത് 0യിൽ നിന്ന് 19.4 ആണ് ആ ഒരു പീക്ക് വോൾട്ടേജ് വന്നിരിക്കുന്നത്. ഒരു 9.4 ഷിഫ്റ്റ് ചെയ്തിട്ട് വോൾട്ടേജ് ഇൻപുട്ടിനെക്കാട്ടി ഷിഫ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നെഗറ്റീവ് പീക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാണ് വോൾട്ടേജ് കിട്ടിയെന്ന് നമുക്കറിയാം. ആ ഒരു DC സോഴ്സിനോടൊപ്പം നമ്മുടെ ഇൻപുട്ട് സിഗ്നലും കൂടി ആഡ് ചെയ്ത് വന്ന കാരണമാണ് നമുക്ക് 19.4 നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയത്. ഇനി ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാര എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. എക്സാമിനാണെങ്കിലും ട്രാൻസ്ഫർ ക്യാര തന്നിട്ടായിരിക്കും നമ്മളോട് എന്ത് ചെയ്യുന്നത്? ആ ഒരു സർക്യൂട്ട് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയുന്നത്. സോ VI ഈ ഒരു ആക്സിസിൽ V0 ഇവിടെ -VI വരും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ -V0 എന്ന് വരും. ആക്ച്വലി നമ്മൾ V ഔട്ട് എന്ന് മെൻഷൻ ചെയ്യാനാണ് ഇട്ടേക്കുന്നത്. കുറേ ടൈമിൽ ഞാൻ V0 എന്നാണ് പറയുന്നത്. V ഔട്ടിൻ്റെ VO ആണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? ഈ ഒരു 9.4 ആ ഒരു DC വോൾട്ടേജ് നമുക്ക് മാർക്ക് ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇൻപുട്ട് വോൾട്ടേജ് +10 ആയിരുന്ന സമയത്ത്, സോ നമുക്ക് ആ ഇൻപുട്ടിൻ്റെ സൈഡിൽ ഇൻപുട്ട് എത്ര മാർക്ക് ചെയ്യാം? +10. അപ്പോൾ ഇതാണ് ഒരു +10ൻ്റെ വാല്യൂ എങ്കിൽ VI ഇൻപുട്ട് വോൾട്ടേജ് +10 ആയിരുന്ന സമയത്ത് ഔട്ട്പുട്ട് എത്രയാണ് നമുക്ക് കിട്ടിയത്? 19.4 ആണ് കിട്ടിയത്. സോ
ഔട്ട്പുട്ടിൻ്റെ ആക്സിസിൽ V0യിൽ നമുക്ക് എന്ത് ചെയ്യാം 19.4 മാർക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇതൊരു ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ്. 19.4 ഔട്ട്പുട്ട് ആക്സിസിൽ മാർക്ക് ചെയ്തു. അതായത് നമ്മൾ എന്താണ് ഇപ്പം മെഷർ ചെയ്യാൻ പോകുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് +10 ആയിരുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 19.4 എന്നാണ് മാർക്ക് ചെയ്തത്. ഇനി ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. +10 ആയിരുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരുന്നു? 19.4. ഓക്കെ, അത് മാർക്ക് ചെയ്തു. ഇനി എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് -10 ആയിരുന്ന സമയത്ത്, അപ്പം നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് -Vi ഈ ആക്സിസിലാണല്ലോ, നമ്മൾ ഈ ഒരു ക്വാഡ്രൻറ്റിലാണല്ലോ മാർക്ക് ചെയ്തേക്കുന്നത്. സോ നമുക്ക് Vi -10 ആയിരുന്ന സമയത്ത്, ഓക്കെ, ഇൻപുട്ട് -10 ആയിരുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായിരുന്നു കിട്ടിയത്? ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത് -0.6 ആണ് കിട്ടിയത്. സോ ഔട്ട്പുട്ട് എവിടെ മാർക്ക് ചെയ്യും? ഔട്ട്പുട്ടിൻ്റെ മൈനസ് മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ക്വാഡ്രൻ്റ്, ആ ഒരു ആക്സിസിൽ നമുക്ക് എന്താണ് -6 കിട്ടും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് -6 നമുക്ക് എന്ത് ചെയ്യാം? ഈ Viയോട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ 3 പോയിൻറ്റ്സും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? നമുക്കുള്ള ആ ഒരു ക്ലാമ്പിംഗ് സർക്യൂട്ടിൻ്റെ, പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ ഒരു ട്രാൻസ്ഫർ ക്യാര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ക്യാര കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം. ഇതാണ് ക്ലാമ്പർ സർക്യൂട്ട്, പോസിറ്റീവ് ക്ലാമ്പർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.